മൂന്ന് ടൈം പൂർത്തിയാക്കി 4ാം ടൈമാണ്. അപ്പം 3 ടൈം എന്ന് പറയുമ്പോൾ എന്തായാലും സ്വാഭാവികമായി ആന്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ മണ്ഡലം മാറാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ 4ാം തവണയും എന്ന ജനവിധി തേടിയേക്കാം എന്ന തീരുമാനം UDF-ന്റെ വാട്ടർലൂ ആവും ഇക്കുറി. ഒരു വാട്ടർലൂവും ആകില്ല. നേരത്തെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ പോലെ MK രാഘവൻ എന്താണ് എന്ന് കോഴിക്കോടിന്റെ ജനങ്ങൾക്കറിയാം. MK രാഘവൻ എന്ത് ചെയ്തു എന്നും കോഴിക്കോടിന്റെ ജനങ്ങൾക്കറിയാം. 4ാമത്തെ തവണയും ചരിത്ര ഭൂരിപക്ഷത്തിന് MK രാഘവൻ പാർലമെന്റിലേക്ക് കടന്നു പോകുമെന്ന കാര്യത്തിൽ തർക്കവും നിങ്ങൾക്ക് വേണ്ട. നോക്കൂ, ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് MK രാഘവൻ മുന്നോട്ട് വെച്ച വികസനത്തെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇവിടെ പാവപ്പെട്ടവൻ ഞാൻ ഈ സന്ദർഭത്തിൽ CPM-ന്റെ പ്രതിയോട് പറയുന്നു, അങ്ങയ്ക്ക് കോഴിക്കോടിന്റെ വികസനം രാഘവൻ എന്ത് ചെയ്തു എന്ന് അറിയില്ലെങ്കിൽ MK രാഘവൻ എന്ത് ചെയ്തു എന്ന് അങ്ങയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാഹനത്തിൽ വന്നാൽ പ്രധാനപ്പെട്ട പദ്ധതികൾ അങ്ങേക്ക് കാണിച്ചു തരാം. കാണാൻ അങ്ങ് തയ്യാറാണെങ്കിൽ അങ്ങയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ ചെലവിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒരു മിനിറ്റ് നിങ്ങള് ഇത് നോക്കൂ അല്ലല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. കോഴിക്കോട് എന്ന് പറയുന്ന കോഴിക്കോട് പാർലമെന്റിൽ കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു MP-യാണ് MK രാഘവൻ എന്ന കാര്യത്തിൽ തർക്കം. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങള് ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ എളുപ്പ, പക്ഷെ ഉറക്കം നടിക്കുന്ന ആളുകളെ ഉണർത്താൻ വലിയ പ്രയാസ. ഉറക്കം നടിക്കുന്ന CPM-ന്റെ നേതാക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ വെറുതെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. PMSSY പദ്ധതിയിൽ 120 കോടി രൂപ കൊണ്ടുവന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ PMSSY പദ്ധതിയിൽ കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിൽ 120 കോടി കൊണ്ടുവന്നു എന്നത് 66 വർഷക്കാലത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കാം. ഒരു മിനിറ്റ് തന്നെ ഞാൻ പറയാം, അങ്ങനെ പറയാമല്ലോ. നിങ്ങള് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബീച്ചിലാണ്. നോക്കൂ, തൊട്ടപ്പുറത്ത് ബേപ്പൂർ ഒരു ഹാർബർ ഉണ്ട്. ഇതിനിപ്പുറത്ത് പുതിയാപ്പയിൽ ഹാർബർ ഉണ്ട്. 2 ഹാർബറുകൾ നിൽക്കുമ്പോ 3ാമതൊരു ഹാർബറിന് സാധ്യത ഇല്ലാതിരുന്ന ഇടമാണ് ഈ കോഴിക്കോട്. പക്ഷെ തീരദേശ ജനങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് വെള്ളയിൽ ഒരു ഹാർബർ വേണം. നിൽക്കുന്നതിന് കുറച്ചപ്പുറത്ത് മീറ്ററുകൾ മാറി അങ്ങനെ ഒരു ഹാർബർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന നേതാവിന്റെ പേര് MK രാഘവൻ എന്നാണ്. ഞാൻ ഒരു മിനിറ്റ് ഏത് വർഷമാണ് വെള്ളയിൽ പ്രോജക്ടിന്റെ ഹാർബറിന്റെ പ്രോജക്ട് സമർപ്പിച്ചത്? ഏത് വർഷമാണ് വെള്ളയിൽ ഈ എട്ടുകാലി മമ്മൂഞ്ഞൻകാരേക്കാൾ മോശമായി CPM മാറില്ലേ? കുറച്ച് രേഖകളുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഇവിടെ വന്നപ്പോ CPM-കാർക്ക് അസ്വസ്ഥത. MK രാഘവൻ എന്ത് ചെയ്തു എന്ന് പറയാൻ അവർ അനുവദിക്കുന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ അവർ അസ്വസ്ഥതയാ. ഞാൻ കൃത്യമായ സമയം എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നൽകാം. വേണമല്ലോ. ഇവർ നുണകൾ ഇവർ പറയുമ്പോൾ മറുപടി ഞങ്ങൾ മൂലം